ഉത്തർപ്രദേശിന്റെ പശ്ചാത്തലം, ആൾദൈവം പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അഴിമതിക്കാരായ പോലീസ്, ജാതീയത നോർമലൈസ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി, അങ്ങനെ ഒരു നുവാൻസ്ഡ് ആയിട്ടുള്ള ക്രൈം ഷോയുടെ എല്ലാ ഘടകങ്ങളും ഈ ഒരു മണിക്കൂർ 40 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയുടെ ഉള്ളിലുണ്ട്. ഈ കൃത്യം ചെയ്ത കൊലപാതകിയെ സിനിമ തുടക്കത്തിൽ തന്നെ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ നായകൻ ആ ഒരു സിറ്റുവേഷനെ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യുമെന്നറിയാൻ നമ്മളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. അവന്റെ ഇളയ സഹോദരന്റെ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രാക്ക് പാരലലായിട്ട് പോകുന്നുണ്ട്. സാമാന്യം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഡ്രാമ സെറ്റപ്പ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചതിന് ശേഷം സംവിധായകനായിട്ടുള്ള പുൽകിത്ത് പടത്തിന്റെ സ്വഭാവം പെട്ടെന്നങ്ങ് മാറ്റിക്കളയുന്നു. ചില കഥാപാത്രങ്ങൾ ടോൺ മാറ്റിക്കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും സഹായം നൽകുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് സിനിമ കുറച്ചെങ്കിലും കാണുന്ന ആർക്കും ഊഹിക്കാൻ പറ്റും. പക്ഷേ ഈ സിനിമ എടുത്തിട്ടുള്ളവർ വിചാരിച്ചിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആളുകൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ഈ സിനിമ എഴുതി വെച്ചത് കാണുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ വന്നു പോകും എന്നാണ് പറഞ്ഞത്.